നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻസ് പണിത പള്ളിയാണ്. വാസ്കോ ഡ ഗാമയുടെ രണ്ടാം വരവ് കൊച്ചിയിലായിരുന്നു. 1502 പോർച്ചുഗീസുകാർ കൊച്ചിയിൽ സെറ്റിൽ ചെയ്യുന്നു. കൊച്ചി രാജാവ് 1503 വാസ്കോ ഡ ഗാമയ്ക്ക് ഈ പള്ളി പണിയാൻ പെർമിഷൻ കൊടുക്കുന്നു. പോർച്ചുഗീസുകാർ വളരെ ചെറുതായിട്ടാണ് ഈ പള്ളി പണിതത്. അന്ന് മരത്തും കൊണ്ടായിരുന്നു പള്ളി പണിത്. 160 കൊല്ലം ഇതൊരു കാത്തലിക് ചർച്ചായിരുന്നു. അവരുടെ പേര് സെൻറ്റ് ബർത്തലോമിയ ചർച്ച് എന്നായിരുന്നു. ഈ പള്ളിയിലാണ് 1524 വാസ്കോ ഡ ഗാമ മലേറിയ വന്ന് മരിച്ച ശേഷം അടക്കം ചെയ്തതും. 14 വർഷത്തിന് ശേഷം വാസ്കോ ഡ ഗാമയുടെ പുത്രന്മാർ ഇന്ത്യയിൽ വരികയും ഈ ഭൗതികാവശിഷ്ടങ്ങൾ ലിസ്ബണിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ കൊച്ചിയിൽ വരികയും പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുകയും ഡച്ചുകാർ പള്ളിയുടെ ആധിപത്യം കൈക്കലാക്കുകയും ഡച്ചുകാരാണ് 1779 ഈ പള്ളി രണ്ടാമത് പുതുക്കി പണിയുന്നതും അതിനുശേഷം ഈ പള്ളി ഒരു പ്രൊട്ടസ്റ്റൻ്റ് പള്ളിയായിട്ട് അറിയപ്പെടുന്നതും ഡച്ചുകാരാണ് സെൻറ്റ് ഫ്രാൻസിസ് എന്ന പുതിയ നാമം നൽകുന്നതും. ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ ഈ പള്ളി ഒരു ആംഗ്ലിക്കൻ ചർച്ചായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിപ്പോയതിനു ശേഷം ഈ പള്ളി ഇപ്പോൾ CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ കീഴിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. 1997 ഒക്ടോബർ 17 ക്വീൻ എലിസബത്ത് ഈ പള്ളി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ പള്ളിയിൽ പോർച്ചുഗീസുകാരുടെ കല്ലറകളും മറ്റു സൈഡിൽ ഡച്ചുകാരുടെ കല്ലറകളും കാണാൻ പറ്റും. അതുപോലെ തന്നെ കൈകൊണ്ട് വർക്ക് ചെയ്യുന്ന ഹാൻഡ് ഫാനും ഈ പള്ളിയിൽ കാണാൻ പറ്റും. നടുവിൽ വിരിച്ചിരിക്കുന്ന ടൈൽസ് വിക്ടോറിയൻ ടൈൽസാണ്. സ്ലോപ്പിംഗ് ടൈൽഡ് റൂഫ് ആൻഡ് വുഡൻ പുൾപിറ്റ് എന്നെല്ലാം നമുക്ക് ഈ പള്ളിയിൽ കാണാൻ പറ്റും. ഇന്ത്യയിലുള്ള മറ്റ് കൊളോണിയൽ പള്ളികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻറ്റീരിയൽ ഡെക്കറേഷൻസ് വളരെ മിനിമൈസ് ചെയ്തിട്ടുള്ള പള്ളിയാണ്, വളരെ കുറവാണ്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ പള്ളിയെങ്കിലും വിശ്വാസികൾക്ക് ആരാധന അനുവദിച്ചിട്ടുണ്ട്. വിസിറ്റേഴ്സിന് എൻട്രി ഫ്രീ ആണ്. കൊച്ചിയിൽ 1663 മുതൽ ഡച്ച് കാലഘട്ടമായിരുന്നു. 1724 ഡച്ചുകാർ സെമിത്തേരി സ്ഥാപിക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ. 104 കല്ലറകളുണ്ട്. മെയിനായിട്ട് ഡച്ച് സെയിലേഴ്സിൻ്റെയും മർച്ചൻസിൻ്റെയും ഒഫീഷ്യൽസിൻ്റെയും കല്ലറകളാണ്. സെമിത്തേരി സിമ്പിൾ ആർക്കിടെക്ചറിലാണ് പണിതിരിക്കുന്നത്. ഇത് അറബിക്കടലിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ സെമിത്തേരി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയാണ്, CSI. നമ്മളിപ്പോൾ പരേഡ് ഗ്രൗണ്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇതൊരു 4 ഏക്കർ വിസ്തൃതിയുള്ളൊരു ഗ്രൗണ്ടാണ്. ഈ പരേഡ് ഗ്രൗണ്ടിനോട് ചേർന്നാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ യൂറോപ്യൻസ് സെറ്റിൽ ചെയ്തത് ഇവിടെയാണ്. 160 വർഷത്തോളം പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. 1502 തുടങ്ങി 1663 വരെയും. രണ്ടാം തവണ വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിലാണ് പോർച്ചുഗീസുകാരോട് സെറ്റിൽ ചെയ്യുന്നത്. അവരുടെ ഫോർട്ട് പണിതതിന് ശേഷമാണ് ഈ ഏരിയനെ ഫോർട്ട് കൊച്ചി എന്ന് അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരുടെ പള്ളികൾ പണിതു, വ്യാപാരശാലകൾ പണിതു, ഫോർട്ടുകൾ പണിതിരുന്നു. 1663 ഡച്ചുകാർ വരുന്നു. ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ പരാജയപ്പെടുന്നു. പോർച്ചുഗീസുകാർ ഗോവയിലേക്ക് പോകുന്നു. ഡച്ചുകാർ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ നിർമ്മിതികൾ പണിയുകയും ചെയ്തു. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ബിൽഡിങ്ങുകളെല്ലാം അവർ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ പല ഭാഗത്തും ബ്രിട്ടീഷ് കോളനികളുണ്ട്. 1608 തുടങ്ങി ബ്രിട്ടീഷ് കോളനികളുണ്ടായിരുന്നെങ്കിലും 1775 ബ്രിട്ടീഷുകാർ കൊച്ചിയിലേക്ക് വരുന്നത്. 150 വർഷത്തോളം ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ 3 യൂറോപ്യൻ പവറുകളും ഇന്ത്യയിൽ വെച്ച് ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്, ഒരുപക്ഷെ വേണമെങ്കിൽ ലോകത്ത് 3 കോൺസിക്യൂട്ടീവ് യൂറോപ്യൻ പവർ റൂൾ ചെയ്ത സ്ഥലം ഫോർട്ട് കൊച്ചി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഗ്രൗണ്ടിന് ചുറ്റും ഒരുപാട് യൂറോപ്യൻ നിർമ്മിതികളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര നിർമ്മിതികളെല്ലാം കാണാൻ പറ്റും. ഒപ്പം ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും ഓൾഡസ്റ്റായ ഗ്രൗണ്ടാണ്. ഒരുപക്ഷെ വേണമെങ്കിൽ ഇന്ത്യയിലെയും ഓൾഡസ്റ്റ് പരേഡ് ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റും. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് കാണിക്കാനും ഫ്ലാഗ് മാർച്ചിനും വേണ്ടിയാണ് പരേഡ് ഗ്രൗണ്ട് ഉപയോഗിച്ചിരുന്നത്. പോർച്ചുഗീസുകാരുടെ കാലഘട്ടങ്ങളിൽ അവരുടെ സൈന്യത്തിനെ പരിശീലിപ്പിക്കാനുള്ള ഒരു കേന്ദ്രവുമായി പരേഡ് ഗ്രൗണ്ട് ഉപയോഗിച്ചിരുന്നു. ഈ പരേഡ് ഗ്രൗണ്ട് മുഖമായി സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ആഗമനവും വാസ്കോ ഡ ഗാമയുടെ ആഗമനവും ബ്രിട്ടീഷുകാരുടെ 1947 തിരിച്ചു പോക്കും. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പരേഡ് ഗ്രൗണ്ട് മെയിനായിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസിനും ഫുട്ബോളിനും റിക്രിയേഷനും ആണ് ഉപയോഗിക്കുന്നത്.